ആഫ്രിക്കയിലെ സാംബസി നദിയിലെ ഒരു വ്യത്യസ്തമായ സൺസെറ്റ് ക്രൂസാണ് നിങ്ങൾ ഈ കാണുന്നത്. സാംബിയയിലെ ലിവിങ്സ്റ്റണിലെത്തിയ നമ്മൾ ആദ്യത്തെ ദിവസം പ്ലാൻ ചെയ്തിട്ടുള്ളത് സാംബസി റിവറിലെ ഒരു സൺസെറ്റ് ക്രൂസാണ്. ലിവിങ്സ്റ്റണിൽ ഞാൻ താമസിക്കുന്ന ലോഡ്ജിൽ നിന്നും ഈ ബോട്ട് ക്രൂസ് കമ്പനിയുടെ ഷട്ടിൽ സർവീസ് വന്ന് എന്നെ പിക്ക് ചെയ്ത് ഞാൻ ഇപ്പോൾ മോസി ഓത്തുന്യ എന്ന നാഷണൽ പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ മോസി ഓത്തുന്യ നാഷണൽ പാർക്കിൽ നിന്നാണ് സാംബസി റിവർ സൺസെറ്റ് ക്രൂസ് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ മോസി ഓത്തുന്യ നാഷണൽ പാർക്കിൽ നമുക്ക് സഫാരിക്ക് പോകാൻ പറ്റും. അതായത് അവരുടെ സഫാരി വെഹിക്കിളിൽ നമുക്ക് അനിമൽസിനെ കാണാൻ പോകാൻ പറ്റും. പക്ഷെ ഞാൻ സൺസെറ്റ് ക്രൂസ് മാത്രമാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നാണ് ബോട്ട് ക്രൂസ് ആരംഭിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് പോയിട്ട് നമ്മുടെ ബുക്കിംഗ് നെയിം ഒന്ന് കൺഫേം ചെയ്യണം, അവരുടെ ലിസ്റ്റിലില്ലേ എന്നുള്ളത്. അതിനുശേഷം നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം, കാരണം ആളുകൾ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. 4 മണിക്കാണ് ഈ സൺസെറ്റ് ക്രൂസ് ആരംഭിക്കുന്നത്. ഈ കാണുന്ന ബോട്ടിലാണ് നമ്മൾ സൺസെറ്റ് ക്രൂസിന് പോകുന്നത്. അവരതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ നമ്മൾ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാണ് കേട്ടോ. ഈ ബോട്ട് ക്രൂസിൻ്റെ പേര് ലയൺ കിങ് ഓഫ് ദ വിക്ടോറിയ ഫോൾസ് എന്നാണ്. റിസർവേഷൻസ് smiles@outlook.com എന്ന ഇമെയിൽ വഴിയാണ് ഞാൻ ഈ ബോട്ട് ക്രൂസ് ബുക്ക് ചെയ്തത്. $80 പെർ പേഴ്സൺ ആണ് ഈ സൺസെറ്റ് ക്രൂസിന് ചാർജ് ചെയ്യുന്നത്. ഇവർ $80 ഈ സൺസെറ്റ് ക്രൂസ് വർത്താണ്. കാരണം അത്രയ്ക്കും വ്യത്യസ്തമായിട്ടുള്ളൊരു സൺസെറ്റ് ക്രൂസാണിത്. കണ്ടോ, ലൈവ് മ്യൂസിക്കാണിത്. മരിംബ എന്നാണ് ഈ ഇൻസ്ട്രുമെൻറ്റിനെ വിളിക്കുന്ന പേര്. ലൈവ് മ്യൂസിക് കേട്ടിട്ട് നമുക്ക് സൺസെറ്റ് ക്രൂസ് എൻജോയ് ചെയ്ത് നമുക്ക് യാത്ര ചെയ്യാം. നമുക്ക് ഇവരുടെ മ്യൂസിക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. നമുക്കിനി ഈ ബോട്ട് ക്രൂസിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് പോയി നോക്കാം. അവിടുത്തെ സീറ്റിങ്ങും അറേഞ്ച്മെൻറ്റ്സും എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ ടേബിൾസും അതുപോലെ ചെയേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ടേബിൾസിൻ്റെ നടുവിൽ കുട പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കുട നമ്മുടെ നാട്ടിൽ ഓല മേഞ്ഞിട്ടുള്ള പോലെയാണ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഒരു ട്രഡീഷണൽ ആഫ്രിക്കൻ സ്റ്റൈലിലുള്ള ഒരു ബോട്ട് ക്രൂസാണ് ഇത്. താഴെ ബോട്ടിലെ എംപ്ലോയീസ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് യാത്രയിൽ കുടിക്കാനുള്ള ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെയാണ്. ആൽക്കഹോൾ കുടിക്കുന്നവർക്ക് കുടിക്കാം, അല്ലാത്തവർക്ക് മോക്ടെയിൽസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട്. നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓർഡർ ചെയ്യാം. അതുപോലെ സ്നാക്സും ചെറിയ ഫുഡ് പ്ലാറ്ററൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഇതെല്ലാം $80 ഇൻക്ലൂഡഡ് ആണ്. സെപ്പറേറ്റ് നമുക്ക് ചാർജസ് ഒന്നും വരുന്നില്ല. നമ്മുടെ ബോട്ട് ക്രൂസ് അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ബോട്ട് ക്രൂസിൻ്റെ ക്യാപ്റ്റൻ ഇപ്പോൾ ബോട്ട് ക്രൂസിൻ്റെ സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ചും അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ബോട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ പാലിക്കേണ്ട റൂൾസും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ സാംബസി റിവറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും നമ്മൾ യാത്ര ചെയ്യുന്ന ഏരിയനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പറഞ്ഞു തരാണ്. ആഫ്രിക്കയിലെ 4ാമത്തെ ബിഗ്ഗസ്റ്റ് നദിയാണ് ഈ സാംബസി നദി. ഇവിടെ ഒരുപാട് ബോട്ട് ക്രൂസ് കമ്പനികൾ ബോട്ട് ക്രൂസ് നടത്തുന്നുണ്ട്. ഇത് വേറൊരു കമ്പനിയുടെ ബോട്ട് ക്രൂസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ പല തരത്തിലുള്ള ബോട്ട് ക്രൂസുകൾ ഇവിടെ ഉണ്ട്. നമുക്കിപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്. ഈ ബോട്ട് ക്രൂസ് എങ്ങനെ ബുക്ക് ചെയ്യണം, അതുപോലെ ലിവിങ്സ്റ്റണിൽ വരുമ്പോൾ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, വിക്ടോറിയ ഫോൾസിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ഈ സാംബസി നദിയുടെ 2 സൈഡിലും ഫോറസ്റ്റാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ബോട്ട് ക്രൂസിൽ നമുക്ക് പല അനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റാറുണ്ട്.
ഞാനിപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോക്ടെയിൽ ട്രൈ ചെയ്യാൻ പോവാണ്. നമ്മൾ സാംബസി നദിയുടെ ഒരു വശത്തിനോട് ചേർന്നാണ് ഇപ്പോൾ ബോട്ട് ക്രൂസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സൈഡിൽ മരങ്ങൾ വളരെ അടുത്തും ഈ സൈഡിൽ കുറച്ച് അകലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിനി വേറൊരു മോക്ടെയിൽ ട്രൈ ചെയ്യാൻ പോവാണ്. ഇതാ ഈ കാണുന്ന പർപ്പിൾ കളറിലുള്ള മോക്ടെയിലാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. വാവ്, നമ്മളിപ്പോൾ ഒരു ഹിപ്പോനെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഈ ഹിപ്പോ ഇങ്ങനെ വാലിട്ടടിക്കണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. സാധാരണ ഈ ഹിപ്പോസ് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ വാലിട്ടിങ്ങനെ ഫ്ലാപ്പ് ചെയ്തിട്ട് ആ ചാണകം അവിടെയുള്ള പ്രദേശത്തൊക്കെ സ്പ്രെഡ് ചെയ്യിക്കും. അത് ടെറിട്ടറി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റ് ഹിപ്പോകൾക്ക് ഇത് ഈ മണത്തറിയാനും ഇത് ഈ ഹിപ്പോയുടെ ടെറിട്ടറിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. ആഫ്രിക്കയിലെ ഏറ്റവും അപകടകാരികളായ വന്യജീവികളിൽ ഒന്നാണ് ഈ ഹിപ്പോ. പ്രായപൂർത്തിയായ ഒരു ഹിപ്പോ ഏകദേശം 1500 മുതൽ 3000 കിലോഗ്രാം വരെ ഭാരം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇത്ര വെയിറ്റ് ഉണ്ടായാലും കരയിൽ മണിക്കൂറിൽ 30 കിലോമീറ്റർ സ്പീഡിൽ വരെ ഇവർക്ക് ഓടാൻ പറ്റും. അതുപോലെ തന്നെ ഹിപ്പോകൾ പകൽ സമയം കൂടുതൽ വെള്ളത്തിലാണ് ചെലവഴിക്കുന്നത്. അത് ചൂടിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. സസ്യബുക്കുകളായ ഇവർ രാത്രി സമയത്താണ് പുല്ല് മേഞ്ഞ് കരയിലേക്ക് പോകുന്നത്. അങ്ങനെ കുറച്ച് നേരം ഹിപ്പോനെ വാച്ച് ചെയ്തതിന് ശേഷം ബോട്ട് ക്രൂസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ പ്ലാറ്റർ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്, ഫുഡ് പ്ലാറ്റർ. കൂടെ ഞാൻ എൻ്റെ 4ാമത്തെ മോക്ടെയിലും ട്രൈ ചെയ്യാൻ ഓർഡർ ചെയ്തു. ബോട്ടിലെ ലൈവ് മ്യൂസിക് അങ്ങനെ തകർത്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ പലരും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അവിടെയും ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. പലരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. ഞാനും ഫുഡ് കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഇതിൻ്റെ അടുത്ത പാർട്ട് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.